ശ്രീ കെ രാമചന്ദ്രൻ. സാർ, രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ എത്തിച്ചേരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായിട്ടുള്ള ശബരിമലയിൽ വർദ്ധിച്ചു വരുന്ന തീർത്ഥാടകരുടെ എണ്ണത്തിനനുസരിച്ചുള്ള എന്തെല്ലാം സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളതെന്നും പമ്പ ഗണപതി ക്ഷേത്രം മുതൽ മലമുകൾ വരെയുള്ള സുരക്ഷാ പാലത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട നടപടികൾ ഏത് ഘട്ടത്തിലാണെന്നും വിശദീകരിക്കാമോ? സർ, ശബരിമല വരുന്ന ഭക്തർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ് ലക്ഷ്യം വയ്ക്കുന്നത്. അതിനനുസരിച്ചുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് ഇവിടെ നടത്തുന്നത്. വികസന പ്രവർത്തനങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വിവിധങ്ങളായിട്ടുള്ള തടസ്സങ്ങളുണ്ട്. ഇവിടെ ചൂണ്ടിക്കാണിച്ച ശബരിമല റെസ്ക്യൂ ബ്രിഡ്ജിൻ്റെ പണി തന്നെ ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള ഒട്ടേറെ തടസ്സങ്ങളാണ്. അത് നേരത്തെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും ആ ബ്രിഡ്ജിൻ്റെ പണി ആരംഭിക്കുന്നതിന് വേണ്ടി അടുത്ത കാലത്ത് തന്നെ വീണ്ടും ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ആ ബ്രിഡ്ജും അതുപോലെ തന്നെ റോപ്വേയും അതുപോലെയുള്ള സൗകര്യങ്ങൾ വർദ്ധിച്ചു കഴിഞ്ഞാൽ ഭക്തർക്ക് കുറേ കൂടി സൗകര്യം. അതുപോലെ തന്നെ മറ്റ് സൗകര്യങ്ങൾ ഇപ്പോൾ അവിടെ വരുന്ന ഭക്തർക്ക് ആവശ്യമായിട്ടുള്ള ഭൗതിക സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളത് പ്രധാനമായിട്ടും അവിടെ വരുന്ന ഭക്തർക്ക് വിരിവയ്ക്കാനും അതുപോലെ അവർക്ക് കുളിക്കാനും അതുപോലെ ടോയ്ലറ്റ് അങ്ങനെയുള്ള സൗകര്യങ്ങളും ഭക്ഷണ സൗകര്യങ്ങളൊക്കെയാണ് നമ്മൾ ഒരുക്കുന്നത്. മാക്സിമം ഒരുക്കുന്നുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ വരുമ്പോൾ ചെറിയ പ്രയാസമുണ്ടാവുന്നത്. ആ പ്രയാസങ്ങളെയും തരണം ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാൻ കഴിയുമെന്നത് ഈ സീസൺ കഴിഞ്ഞിട്ടുണ്ട്. ഉടൻ തന്നെ കഴിഞ്ഞ വർഷം പോലെ തന്നെ കഴിഞ്ഞ സീസൺ കഴിഞ്ഞിട്ട് തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ ശബരിമല വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള യോഗം വിളിച്ചു ചേർക്കുകയുണ്ടായി. ഈ വർഷവും അതിൻ്റെ യോഗം അടിയന്തരമായിട്ട് തന്നെ വിളിച്ചു കൂട്ടി അടുത്ത സീസണിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മുൻകൂട്ടി തന്നെ ചെയ്യാനുള്ള നടപടി സ്വീകരിക്കുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ. നിലയ്ക്കൽ കോർ ഏരിയയുടെ വികസനം, അന്നദാന മണ്ഡപം, കാൽനട പാത, പാർക്കിംഗ് സൗകര്യം തുടങ്ങിയവയ്ക്കുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കാമോ? സാർ, ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞു, നിലയ്ക്കലിലെ ഭൗതിക സാഹചര്യം കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടിയാണ് നിലയ്ക്കൽ ഇടത്താവള നിർമ്മാണം നല്ലപോലെ നടന്നു വരുന്നത്. പാർക്കിംഗ് സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള നടപടി, ഭക്തർക്ക് ആവശ്യമായിട്ടുള്ള ഭൗതിക സാഹചര്യം, നിരവധി സൗകര്യങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ വർഷത്തെ പരിമിതികൾ എന്താണെന്ന് മനസ്സിലാക്കി അടുത്ത വർഷം കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ടിയുള്ള നടപടി സ്വീകരിക്കുന്നു.